मैं एक अविश्वासी परिवार से आता हूँ. ഞാൻ വിശ്വാസ ജീവിതത്തിലല്ല ആരംഭിച്ചത്, അവിശ്വാസികളുടെ ഇടയിൽ നിന്നാണ് ദൈവം. मैं एक ऐसे परिवार से आता हूँ जहाँ पर दूर दूर तक कोई भी यीशु मसीह को नहीं जानता था. യേശുവിന്റെ ഒരു പൊടി പോലും തട്ടാത്ത ഇടത്തിൽ നിന്നാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. मैं याद करता हूँ जब मैं 5 साल का था, मेरे पिता को कैंसर हो गया और वो इस दुनिया को छोड़कर चले गए. ഞാൻ 5 വയസ്സ് മാത്രം പ്രായമായിരിക്കുന്ന സമയത്ത് എന്റെ പിതാവ് ക്യാൻസറും കൊണ്ട് ലോകം വിട്ടുമാറി. मेरी माँ ने और मेरी बहन ने मिलकर हम 3 भाइयों को पाला. എന്റെ അമ്മയും സഹോദരിയും കൂടെ ചേർന്നാണ് വളർത്തിക്കൊണ്ട് വന്നത്. और मैं अभी भी याद करता हूँ, ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. जीवन इतना आसान नहीं था. ജീവിതം ലളിതമല്ല. छोटी छोटी बात के लिए मेरी माँ आत्महत्या करना चाहती है. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ മാതാവ് ആത്മഹത്യ വിചാരിച്ചു. जीवन में कोई आशा नहीं, कोई उम्मीद नहीं. ജീവിതത്തിൽ ഒരു പ്രത്യാശയും ഒരു ആശയും ഇല്ലായിരുന്നു. और मैं याद करता हूँ एक शाम के समय मेरी माँ मुझे अपने पास बुलाती है. ഒരു സന്ധ്യാസമയമായപ്പോൾ എന്റെ മാതാവ് എന്നെ അവളുടെ അടുക്കലേക്ക് वो मुझे 20 रुपए देती है. 20 രൂപ എന്റെ കയ്യിൽ തന്നു. मैंने बोला माँ मैं क्या करूं इस 20 रुपए का. ഈ 20 രൂപയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് और वो मेरे से कहती है किशोर कहीं से जहर लेकर आ जा, आज के रात हम सब लोग खाकर खत्म कर लेंगे. എവിടുന്നേലും ഒരു ചെയർ എടുത്തോണ്ട് വാ, ഇന്ന് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാവുന്നു. मैं अपनी माँ को समझाता हूँ माँ मरने से कुछ नहीं होगा. ആത്മഹത്യ കൊണ്ട് ഒന്നും ആകത്തില്ല എന്ന് ഞാൻ എന്റെ മമ്മിയോട്. मैं अपनी माँ को बार-बार, और वो मेरे से कहती है किशोर कहीं से भी जहर लेकर आ जा. എവിടുന്നേലും അത് കൊണ്ടുവരാനായിട്ട് എന്റെ മാതാവ് പറഞ്ഞു. मैं अपनी माँ को उस रात समझाता हूँ. എന്റെ അമ്മയോട് ഞാൻ പതുക്കെ പറഞ്ഞു മനസ്സിലായി. ऐसे ही हालात से होकर जाते समय, ഇങ്ങനെയുള്ള പരിസ്ഥിതി കൂടെ പൊക്കോണ്ടിരുന്ന സമയത്ത് एक दिन की बात है, ഒരു ദിവസം किसी ने मेरी माँ से कहा आप शाम के समय हमारे घर आइए. ഏതോ സന്ധ്യാസമയത്ത് ഒരാൾ എന്റെ അമ്മയോട് പറഞ്ഞു आप हमारे घर आइए. ഞങ്ങളുടെ വീട്ടിലോട്ട് വരണമെന്ന്. मेरी माँ पूछती आपके घर पर क्या होगा. ആ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. उन्होंने कहा शाम के समय हमारे घर प्रार्थना है और आप प्रार्थना में आइए, प्रभु आपकी जिंदगी में काम करेंगे. സന്ധ്യാസമയം പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയിലോട്ട് കടന്നു വന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് എന്റെ മാതാവിനോട് പറഞ്ഞു. कारण उस शाम के समय वो एक घर में जाती है. ഒത്തിരി ഫോഴ്സ് ചെയ്തത് നിമിത്തം എന്റെ മാതാവ് അങ്ങനെ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു. वहां पर गीत चल रहे हैं, उसको समझ में नहीं आया. അവിടെ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു, എന്റെ മാതാവിനൊന്നും മനസ്സിലായില്ല. वहां पर गवाहियां हो रही हैं, उसको समझ में नहीं आया. അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒന്നും മനസ്സിലായില്ല. लेकिन अंत में पास्टर ने खड़े होकर उस दिन प्रचार किया. ഒടുവിൽ പാസ്റ്റർ എഴുന്നേറ്റ് വചനങ്ങൾ സംസാരിക്കാൻ. और उस दिन का संदेश था सब छोड़ सकते हैं, यीशु कभी नहीं छोड़ेगा. അവര് പറഞ്ഞ സന്ദേശം ഇതായിരുന്നു, ആര് കൈവിട്ടാലും യേശു ഒരിക്കലും കൈവിടത്തില്ല. यीशु कभी नहीं छोड़ेगा. യേശു ഒരിക്കലും കൈവിടില്ല. यीशु गरीब, कंगाल, अनाथ, विधवाओं का वो परमेश्वर है. കർത്താവ് ഇങ്ങനെയാണ് അന്നത്തെ ആ വചനത്തിൽ നിന്ന് പറഞ്ഞ, അനാഥരെയും വിധവമാരെയും ദൈവം ഒരിക്കലും കൈവിടത്തില്ല. और जैसे ही पास्टर ने विधवा शब्द कहा, ആ വാക്ക് വിധവ എന്നുള്ള വാക്ക് കർത്താവിന്റെ ദാസൻ പറഞ്ഞു തുടങ്ങി. वो वचन मेरी माँ के दिल में आकर लगता है. ആ വചനം എന്റെ മാതാവിന്റെ ഹൃദയത്തിൽ തട്ടാൻ जब തുടങ്ങി. वो विधवा हुई थी, she was 28 years old. 28 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് എന്റെ മാതാവ് और वो വിധവയായി. कहती है ये कौन सा परमेश्वर है जो विधवाओं से प्यार करता है. ഇത് ഏത് ദൈവമാണ് വിധവമാരെ കരുതുന്നതായ. पहली बार सुनती है. എന്നാൽ എന്റെ മാതാവ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വാക്ക്. एक परमेश्वर है जो गरीब, कंगाल, अनाथ, विधवाओं का परमेश्वर है. പാവങ്ങൾക്കും ഇല്ലാത്തവർക്കും അനാഥർക്കും വിധവമാർക്കും ന്യായം പാലനം ചെയ്യുന്ന ഒരു കർത്താവിനെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. और वो वचन उसके दिल में लगता है. ആ വചനം എന്റെ മാതാവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. और वो जोर जोर से रोने लगी. വളരെ അത്യമായി वो ഉച്ചത്തിൽ इतने കരയാൻ തുടങ്ങി. जोर से रोती है कि वहां की मीटिंग बंद करनी पड़ी. ഇത്ര ആഴമായിട്ട് കരയാൻ തുടങ്ങി. ആ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. सब लोग उसको चुप करा रहे हैं. എല്ലാരും ആശ്വസിപ്പിച്ച്, आंटी क्या हो गया. ആന്റി എന്ത് സംഭവിച്ചു. और तब वो कहती है मैंने कभी भी ऐसे शब्द नहीं सुने. എന്റെ മമ്മി പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ വചനം കേട്ടിട്ടില്ല. मीटिंग फिर से शुरू हो गई. ആ മീറ്റിംഗ് വീണ്ടും ആരംഭിച്ചു. लेकिन वो उस घर के कोने में घुटने टेकती है. അവര് ആ വീട്ടിന്റെ ഒരു സൈഡിൽ അവര് പോയിരുന്നു. और वो अपने घुटनों पर आती है. she was on her knee. മുട്ടിന്മേൽ ഒരു സൈഡിൽ പോയി ഇരിക്കുകയായിരുന്നു. और वो प्रार्थना करती है, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. यीशु യേശുവേ, मैं तेरे बारे में ज्यादा नहीं जानती, എനിക്ക് അങ്ങയെ പറ്റി ആദ്യം അറിയത്തില്ല. लेकिन तेरी वाणी मुझे सच्ची लगी. എന്നാൽ അങ്ങയുടെ വചനങ്ങൾ എനിക്ക് സത്യമായിട്ട് तेरी वाणी मुझे अच्छी लगी. എനിക്ക് നിന്റെ വചനങ്ങൾ പ്രിയമായിട്ട് തോന്നി. अगर तू मुझसे कहता है तू मुझे कभी नहीं छोड़ेगा, तो मैं भी वादा करती हूँ प्राण देने तक मैं भी तुझे कभी नहीं छोड़ूंगा. അങ്ങ് എന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞത് സത്യമാണെങ്കിൽ, എന്നെ ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ, ഞാൻ അങ്ങോട്ടൊരു വാക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഞാനും അങ്ങയെ ഒരിക്കലും കൈവിടത്തില്ല.
വിടത്തില്ല. मैं आपसे कहना चाहता हूं इस तरीके से प्रभु का समाचार मेरे घर के भीतर आया. ഇങ്ങനെയാണ് ദൈവത്തിന്റെ സുവിശേഷം എന്റെ വീട്ടിലേക്ക് जिस परमेश्वर की हम सेवा करते हैं वो जीवन बदलने और भविष्य बदलने वाला परमेश्वर है. നമ്മൾ ഏത് ദൈവത്തെയാണോ സേവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും, നിങ്ങളുടെ കുടുംബത്തെ മാറ്റും, നിങ്ങളുടെ ഭാവിയെ മാറ്റുന്ന ഒരു കർത്താവാണ്. उसका वचन सच्चा है. അവന്റെ വചനങ്ങൾ സത്യം.